UDF-ന്റേത് വർഗീയ തന്ത്രമെന്ന BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. വോട്ട് ബാങ്കിന് വേണ്ടി ഭീകരവാദികളുമായി കൂട്ടുകൂടുന്നു. SDPI കോൺഗ്രസിന് വേണ്ടി വ്യാപക പ്രചാരണം നടത്തുന്നുവെന്ന് കെ സുരേന്ദ്രൻ പാലക്കാട് മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ കൂട്ടുകെട്ടിലൂടെ നാട്ടിൽ കലാപമുണ്ടാക്കാനാണ് കോൺഗ്രസ് ശ്രമമെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ പാർട്ടിയായ SDPIയുടെ പേരിൽ കോൺഗ്രസ് വ്യാപകമായ നോട്ടീസ് പ്രചാരണങ്ങൾ ഒരു പ്രത്യേക കേന്ദ്രങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഗ്രീൻ ആർമി എന്ന് പറഞ്ഞ ഒരു സ്ക്വാഡിനെ പ്രത്യേകമായി അവരുണ്ടാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ വളരെ വ്യക്തമായും ഉന്നയിച്ച ഈ വസ്തുതകളിൽ ഒരു മറുപടിയും പറയാൻ VD സതീശൻ ഇതുവരെ തയ്യാറായിട്ടില്ല. അതിന് കാരണം തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ ഭീകരവാദ ശക്തികളെ കൂട്ടുപിടിച്ച് VD സതീശനും UDF-ഉം തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നു എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുകയാണ്. VD സതീശന് ധാർമ്മികതയുടെ ഒരു അംശമെങ്കിലും അദ്ദേഹത്തിനുണ്ടെങ്കിൽ PFIയുടെ വോട്ട് വേണ്ട എന്ന് അദ്ദേഹം പറയണമായിരുന്നു. നിരോധിത ഭീകരവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ വോട്ട് തങ്ങൾക്ക് വേണ്ട എന്ന് പരസ്യമായ നിലപാട് സ്വീകരിക്കാൻ VD സതീശൻ തയ്യാറാവുമോ? വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചേരുന്നുണ്ട്. ശിവദാസ്, അദ്ദേഹം എടുത്തു പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, അതായത് കോൺഗ്രസിനും PFIയുമായി പരസ്യബന്ധം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം തങ്ങൾക്ക് ഇത്തരക്കാരുടെ വോട്ട് വേണോ വേണ്ടയോ എന്ന് കൃത്യമായ മറുപടി പറയണം എന്ന ചോദ്യത്തിന് പലപ്പോഴും VD സതീശൻ പറഞ്ഞിട്ടുള്ളത് മൗനമാണ്, അല്ലെങ്കിൽ മൗനമല്ലാതെ മറ്റൊന്നും ഈ ഒരു വിഷയത്തിൽ പറഞ്ഞിട്ടില്ല. ഇത്തരക്കാരുടെ വോട്ട് തങ്ങൾക്ക് വേണ്ട എന്ന് ഇതുവരെ VD സതീശൻ പറയാൻ തയ്യാറായിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മാത്രവുമല്ല, SDPI ആണ് കോൺഗ്രസിന് വേണ്ടിയുള്ള പരസ്യ പ്രചാരണത്തിൽ ഏർപ്പെട്ടതെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്, അല്ലേ? തീർച്ചയായും വലിയ ശക്തമായ ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ കെ സുരേന്ദ്രൻ, അതായത് കോൺഗ്രസിൻ്റെയും SDPI കൂട്ടുകെട്ടുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കെ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ കുറേ കാലമായി SDPIയുമായും അല്ലെങ്കിൽ ഇത്തരം തീവ്രവാദ ശക്തികളുമായി രഹസ്യമായിട്ടുള്ള ഒരു ബന്ധമായിരുന്നു കോൺഗ്രസിന് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് പരസ്യമായി തന്നെ ആ ബന്ധം പരസ്യമായി തന്നെ നിലവിൽ വന്നിരിക്കുന്നു. ഈ ഒരു തെരഞ്ഞെടുപ്പിൽ അത് വളരെ പരസ്യമായി തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. കാരണം ഇതുമായി ബന്ധപ്പെട്ടെല്ലാം നമ്മൾ തന്നെ മാധ്യമപ്രവർത്തകർ തന്നെ VD സതീശൻ്റെ വാർത്താ സമ്മേളനത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ കൃത്യമായൊരു ഉത്തരമൊന്നും VD സതീശൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. അതെല്ലാം നേരത്തെ തന്നെ ഞങ്ങൾ പറഞ്ഞതാണ്, നിലപാട് നേരത്തെ തന്നെ ഞങ്ങൾ പറഞ്ഞതാണ് എന്ന് മാത്രമാണ് VD സതീശൻ പറയുന്നത്. അക്കാര്യം തന്നെയാണ് കെ സുരേന്ദ്രൻ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് കൃത്യമായി ഒരു നിലപാട് പരസ്യമായി പറയുന്നില്ല, എന്നാൽ പരസ്യമായി തന്നെ അവരോടുള്ള ബാന്ധവം തുടരുന്നു. അതായത് ഗ്രീൻ ആർമി എന്നൊരു പ്രത്യേക സംഘം തന്നെ ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി SDPI കോൺഗ്രസ് കൂട്ടുകെട്ടോടെയാണ് ഇത്തരത്തിലുള്ള ഒരു ആർമി രൂപീകരിച്ചിരിക്കുന്നത്. അവരാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രചാരണങ്ങൾ നടത്തുന്നത്. കഴിഞ്ഞ ദിവസം പള്ളികളിൽ വെള്ളിയാഴ്ച പള്ളികളിലടക്കം ഇത്തരത്തിൽ ലഘുലേഖയുമായി പ്രചാരണം നടത്തിയിരുന്നു. ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ വീടുകളിൽ അവർ പ്രചാരണം നടത്തിയിരുന്നു. അതായത് കൃത്യമായി തന്നെ SDPI PFI നിരോധിത സംഘടനയാണ്. അവരുടെ രാഷ്ട്രീയ വിഭാഗമായ SDPIയുമായി കൂട്ടുപിടിച്ച് കോൺഗ്രസ് ഈ ഒരു പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ പ്രചാരണം നടത്തുന്നുണ്ട്. അത് വേണ്ട, അല്ലെങ്കിൽ അവരോടുള്ള കൂട്ടുകെട്ട് ഇല്ല എന്ന് പരസ്യമായി പറയാൻ VD സതീശന് കഴിയുന്നില്ല. അക്കാര്യം തന്നെയാണ് വീണ്ടും കെ സുരേന്ദ്രൻ സൂചിപ്പിക്കുന്നതും. കാരണം തീവ്രവാദ ശക്തികളുമായി കൂട്ടുകെട്ട് തുടരുന്നുണ്ട്, അത് പരസ്യമായി തള്ളി പറയാൻ അവർക്ക് കഴിയുന്നില്ല. അത് മുനമ്പത്ത് അടക്കം അത്തരത്തിലുള്ള ഒരു കൂട്ടുകെട്ട് ഉണ്ട്. അതുകൊണ്ടാണ് മുനമ്പം വിഷയത്തിൽ ഇപ്പോഴും കൃത്യമായ നിലപാട് UDFന് പറയാൻ കഴിയാത്തത്. തീവ്രവാദികൾ ആണ് ഈ മുനമ്പം ഇത്തരത്തിൽ മുനമ്പം സമരത്തിന് പ്രതികൂലമായി നിൽക്കുന്നത്. ഇരകൾക്ക് വേണ്ടി ശബ്ദിക്കേണ്ട UDF അവർക്ക് വേണ്ടി ശബ്ദിക്കുന്നില്ല. പ്രതിപക്ഷം അവരുടെ നാവായി മാറുന്നില്ല. കാരണം അവർ ഇപ്പോഴും നിലനിൽക്കുന്നത് ഈ SDPIയുടെ കൂടിയാണ്, തീവ്രവാദ ശക്തികളുടെ കൂടിയാണ്. അതുകൊണ്ടാണ് മുനമ്പം വിഷയത്തിൽ പോലും ഇരകളോടൊപ്പം നിൽക്കാൻ അവർക്ക് കഴിയാത്തത് എന്നും കെ സുരേന്ദ്രൻ പ്രത്യേകം പറഞ്ഞു. ദേവിക. യെസ്, അതുതന്നെയാണ് UDF-ന്റേത് വർഗീയ തന്ത്രമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു വെക്കുകയാണ്. ശിവദാസ് കന്മനമാണ് വിശദാംശങ്ങൾ നൽകിയത്.